കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു സുപ്രധാനമായ തീരുമാനമുണ്ടായിരിക്കുന്നു. ഇന്ധനവില കൂടാതിരിക്കാനുള്ള ഒരു കരുതൽ നടപടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും ഉണ്ടായിരുന്ന അധിക എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചു. പെട്രോളിന് 13 രൂപ എക്സൈസ് തീരുവയുണ്ടായിരുന്നത് 3 രൂപയായിട്ടാണ് കുറച്ചിരിക്കുന്നത്. ഡീസലിന് 10 രൂപയുണ്ടായിരുന്നത് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. എണ്ണക്കമ്പനികൾ വില വർദ്ധിപ്പിക്കാതിരിക്കാനാണ് നടപടി. എന്തായാലും ഇത് സ്വാഭാവികമായും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ നേരിടാനുള്ള ഒരു കരുതൽ കൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അജയ് സുധ ബിജു ചേരുന്നുണ്ട്. അജയ്, കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി ഫലത്തിൽ ഇന്ധനവില കുറയ്ക്കുമോ അതോ കൂടാതിരിക്കാനുള്ള ഒരു കരുതൽ മാത്രമാണോ? എന്താണ് ഇത് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുക? ഏത് രീതിയിലായി? ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ധനവിലയിൽ നിലവിലുള്ള സൂചികയിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് ഇന്ധന കമ്പനികൾ വില കൂട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒരു കരുതൽ നടപടി എന്നുള്ള നിലയിലാണ് ഈ ഒരു കാര്യം അത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമുള്ള സാഹചര്യം നോക്കുകയാണെങ്കിൽ നയാര എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനി അവർ പെട്രോളിന് 5 രൂപയും അതുപോലെ തന്നെ ഡീസലിന് 3 രൂപയും കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ മറ്റ് കമ്പനികളും സമാനമായിട്ടുള്ള രീതിയിൽ വില വർധനവുമായി രംഗത്ത് വരാൻ സാധ്യതയുള്ളതിനാലാണ് നിലവിൽ ഇത്തരത്തിൽ ഈ അധിക എക്സൈസ് തീരുവ കുറയ്ക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നിലവിൽ പെട്രോളിനും ഡീസലിനും 10 രൂപ അധിക എക്സൈസ് തീരുവയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതോടുകൂടി പെട്രോളിനുണ്ടായിരുന്ന 13 രൂപ അധിക എക്സൈസ് തീരുവ അത് 3 രൂപയാകും. അതുപോലെ ഡീസലിനുണ്ടായിരുന്ന എക്സൈസ് തീരുവ 10 രൂപ എന്നത് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ഇനി ഡീസലിന് അധിക തീരുവ ഉണ്ടായിരിക്കുകയുമില്ല. ഇത് പെട്രോളിയം മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം എക്സ് വഴി പൊതുജനങ്ങളെ അറിയിച്ചത്. ഇപ്പോൾ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ വില അത് ഒരു മാസത്തിനിടെ $70 എന്നുള്ള നിലവാരത്തിൽ നിന്നിരുന്നത് $122 എന്നുള്ള വിലയിലേക്ക് ഉയരുന്ന വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം ചില തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ അവരുടെ പെട്രോൾ ഡീസൽ വില 30% നിന്ന് 50% വരെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ അവർ 30% വരെ വില വർദ്ധിപ്പിച്ചു. യൂറോപ്പിൽ 20%, ആഫ്രിക്കയിൽ 50% വരെ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യക്ക് മുന്നിൽ 2 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ഇന്ത്യയിലുള്ള ഈ പെട്രോളിയം ഡീസൽ വില മറ്റ് രാജ്യങ്ങൾക്ക് സമാനമായി വർദ്ധിപ്പിച്ച് അത് ഇന്ത്യൻ പൗരന്മാരുടെ തലയിൽ ഒരു വലിയ ഭാരമാക്കി അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ചെറിയ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടായാൽ പോലും ഇന്ത്യൻ പൗരന്മാരെ ഈ ഒരു ബാധ്യതയിൽ നിന്ന് രക്ഷിക്കുക. ഇത്തരത്തിൽ 2 ഓപ്ഷൻ ആയിരുന്നു സർക്കാരിന് മേലുണ്ടായിരുന്നത്. 2022 ഈ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇന്ത്യയുടെ പെട്രോളിയം ഡീസൽ വില വർദ്ധിപ്പിച്ചിരുന്നില്ല. അന്ന് മുതൽ തന്നെ ഇത്തരത്തിൽ ഈ വില വർദ്ധിപ്പിക്കാതെ പൗരന്മാരെ സേഫ് ഗാർഡ് ചെയ്ത് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ തുടരാനാണ് സർക്കാരിൻ്റെ തീരുമാനമെന്നാണ് ഹർദീപ് സിംഗ് പുരി അദ്ദേഹം എക്സിൽ കുറിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പെട്രോളിയം കമ്പനികൾക്ക് വലിയൊരു നഷ്ടം സഹിക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ കണക്ക് കൂടി അദ്ദേഹം ഇപ്പോൾ എക്സ് വഴി പങ്കുവച്ചിട്ടുണ്ട്. അതായത് പെട്രോളിയം കമ്പനികൾക്ക് ലിറ്ററിന് പെട്രോളിന് 24 രൂപ നഷ്ടവും ഡീസലിന് 30 രൂപ നഷ്ടവുമാണ് പെർ ലിറ്റർ അവർക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഭീമമായ നഷ്ടം പെട്രോളിയം കമ്പനികൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ക്രൂഡ് ഓയിൽ വില ഇത്രയധികം ഉയർന്ന സാഹചര്യത്തിൽ ഉൾപ്പെടെ അവർക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രൈവറ്റ് കമ്പനികളുടെ നഷ്ടം നികത്താനാണ് ഈ അധിക എക്സൈസ് തീരുവ കുറയ്ക്കുന്നത് എന്നാണ് ഹർദീപ് സിംഗ് പുരി അദ്ദേഹം എക്സിൽ കുറിച്ചത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിന് ഇപ്പോഴുള്ള നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ തീരുവ അത് ഇനി മുതൽ ചുമത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പെട്രോളിൻ്റെ വില ഇത് പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല. ചൈനയുൾപ്പെടെ ചില രാജ്യങ്ങൾ ഇത് പൂർണ്ണമായി ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യ അധിക നികുതി ഇതിന് ചുമത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിലൂടെ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങൾ അത് രാജ്യത്ത് പരമാവധി അതിൻ്റെ സ്റ്റോക്ക് ഉറപ്പാക്കുക, ഇതിലൂടെ അതിൻ്റെ ഒരു ദൗർലഭ്യം കുറയ്ക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു തീരുമാനം അത് ഇന്ത്യയുടെ ഒരു സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ അത് എന്ത് തരം പ്രത്യാഘാതമാണ് ഉണ്ടാക്കാനിരിക്കുന്നതെന്ന് ഇനി വരും ദിവസങ്ങളിലേ അറിയാൻ സാധിക്കുകയുള്ളൂ.
അജയ്, ഒരു ചെറിയ കാര്യം കൂടി, അതായത് രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ നടപടി. ചില സ്വകാര്യ കമ്പനികൾ വില വർദ്ധിപ്പിച്ചിരുന്നു. അത് പൊതുമേഖലാ കമ്പനികളിലേക്ക് കൂടി എത്താതിരിക്കാനുള്ള ഒരു ജാഗ്രത കാട്ടലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു നീക്കത്തിലൂടെ ഒരുപക്ഷേ നമ്മുടെ ഇന്ധന പ്രതിസന്ധി അല്പം കൂടി നീണ്ടു നിന്നേക്കാം എന്നൊരു കാര്യം കൂടി കേന്ദ്ര സർക്കാർ മുന്നിൽ കാണുന്നുണ്ടോ? അതാണോ ഇത്തരമൊരു തീരുമാനം ഉണ്ടായതിന് കാരണം? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് രാജ്യത്ത് ഈ ദൗർലഭ്യം അത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത് കാരണം കൂടിയാണ് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു നികുതി അത് കൂട്ടാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ മറ്റ് കമ്പനികൾ ഇത്തരത്തിൽ അവർക്ക് വലിയ നഷ്ടം നേരിടുന്ന ഒരു കണക്കും ഹർദീപ് സിംഗ് പുരി ഇപ്പോൾ നിലവിൽ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കണക്കനുസരിച്ച് പെർ ലിറ്റർ പെട്രോളിന് 24 രൂപയും ഡീസലിന് 30 രൂപയും വരെ പ്രൈവറ്റ് കമ്പനികൾ നഷ്ടം നേരിടുന്നുണ്ട് എന്നാണ് അദ്ദേഹം കണക്കുകളടക്കം സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ക്രൂഡ് ഓയിലിനുണ്ടായിട്ടുള്ള ഒരു വർധനവ് അദ്ദേഹം $70 നിന്ന് $120 വരെ എത്തി എന്നുള്ള കണക്കാണ് പറയുന്നത്. എന്നാൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപേ $65 വരെ ഒരു താഴ്ചയിൽ നിന്നിരുന്ന ഒരു റേറ്റാണ് ഇപ്പോൾ ഇത്രയധികം ഉയർന്ന് മുകളിലേക്ക് പോയത്. ഇപ്പോൾ ആഗോള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 36% മുതൽ 40% വരെ വർധനവ് ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വലിയ പ്രതിസന്ധി കാരണം മറ്റ് പല രാജ്യങ്ങളിലും പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്കയിൽ ഉൾപ്പെടെ ഇതിൻ്റെ ഒരു പ്രതിഷേധങ്ങൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും, ഇപ്പോൾ അവിടെ കൊളംബിയയിൽ നിന്നൊക്കെ നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അമേരിക്കയിൽ പല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഗവർണർമാർ ട്രംപിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കാണാൻ സാധിച്ചു. അത് ജനങ്ങൾക്ക് മേൽ വലിയൊരു പ്രതിസന്ധിയാണ് ട്രംപ് സർക്കാർ വരുത്തിവെക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ട്രംപ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോൾ ഡീസൽ ഉൽപ്പാദകരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വില വർദ്ധിക്കുന്നത് അത് അമേരിക്കയുടെ സമ്പദ്ഘടന അത് കൂടുതൽ കരുത്തേകുന്നതിനെ സഹായകരമാകൂ എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനൊക്കെ വലിയ പരിഹാസവും അമേരിക്കയ്ക്കകത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതായത് ജനങ്ങൾക്ക് മേൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ വികസിപ്പിക്കാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുന്നതെന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രി എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അമേരിക്കയിൽ 30% വർധനവ്, ആഫ്രിക്കയിൽ 50% പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വർധനവ്, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള 30% മുതൽ 50% വരെയുള്ള വർധനവ്, ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ വില വർദ്ധിക്കാതിരിക്കാൻ, അതായത് മറ്റ് ഇന്ത്യൻ പൗരന്മാർക്ക് മേൽ അധിക ബാധ്യത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ എക്സൈസ് തീരുവ വെട്ടിക്കുറയ്ക്കുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനം കേന്ദ്ര പെട്രോളിയം മന്ത്രി നടത്തിയിരിക്കുന്നത്. യെസ്, അതാണ് ഇപ്പോൾ ഒരു കരുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം സാഹചര്യങ്ങൾ നേരിടാനുള്ള ഒരു കരുതൽ നടപടിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്.